നമ്മളിപ്പോൾ ജൂയിഷ് മെമ്മോറിയൽ വന്നാണ്. ഇത് ബെർലിൻ്റെ സിറ്റിയുടെ ഒത്ത നടുക്കുള്ള ഒരു മെമ്മോറിയലാണ്. ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്ലോക്കുകളായിട്ട്, അത് പല ഹൈറ്റുള്ള ബ്ലോക്കുകളാണ്. അപ്പം ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യും. ചില സ്ഥലത്ത് നമ്മളെത്തുമ്പോഴത്തേക്കും പുറത്തെത്തിയ പോലെ തോന്നും, കാരണം ഹൈറ്റ് കുറവുള്ള ബ്ലോക്കുകളാണ്. പിന്നെ ഇവിടെ സാധാരണ ഒരു ജൂയിഷ് മെമ്മോറിയലിൽ പേരുകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പേരുകളും അങ്ങനത്തെ എൻഗ്രേവിങ്സ് ഒന്നുമില്ലാതെ പ്ലെയിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണുന്ന ആൾക്കാരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിസ്റ്റ് പറയുന്നത്. ഗ്രഫിറ്റി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ആൻറ്റി ഗ്രഫിറ്റി കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വെറുതെ കാണാൻ പോകണമെന്ന് വരച്ച് വൃത്തികേടാക്കാനൊന്നും പറ്റില്ല. 2700 കട്ടകളുണ്ട് ഏകദേശം ഇതിടെ. 2711. പിന്നെ ഇതിലിങ്ങനെ ഒരു മേസിനകത്ത് പെട്ട പോലെയാണ്. ഇതിൽ കയറി നമുക്ക് 3 ഡയമെൻഷനിൽ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ അപ്പോ ഡൗണോ അങ്ങനെ അപ്പ് ഡൗണില്ല ലെഫ്റ്റോ റൈറ്റോ ഒക്കെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. സിറ്റിയുടെ ഒത്ത നടുക്കാണെങ്കിലും വല്ലാത്തൊരു നിശബ്ദതയാണ്. അപ്പം നമുക്കൊരു ഭീതി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതൊരു ഓപ്പൺ മ്യൂസിയം പോലെയാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇത് ക്ലോസ്ഡ് ഒന്നും ആവില്ല. ഫുൾ ടൈം വന്ന് പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാൻ ChatGPTയിൽ ചോദിച്ചു, ആൾക്കാർ പറയും പോലും ഇപ്പോൾ നമ്മൾ ബെർലിനിൽ ലോസ്റ്റ് ആയാൽ ലെറ്റ്സ് മീറ്റ് അറ്റ് ദ വേൾഡ് ടൈം ക്ലോക്ക് എന്ന്. ഇസ് ഇറ്റ് ട്രൂ റിച്ചു? അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടാ. ഇവിടെ എന്തായാലും ഞാൻ ചൂസ് ചെയ്യില്ല ഇത് മീറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ടിലേക്ക് ഇവിടെ വേറെ സാധനം എന്നോട് ChatGPT പറഞ്ഞു, നമ്മളിവിടെ ബെർലിനിൽ എന്താ നമ്മൾ ആൾക്കാർ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ലെറ്റ്സ് ക്യാച്ച് അപ്പ് അറ്റ് വേൾഡ് ക്ലോക്ക്. പണ്ട് അതായിരുന്നിരിക്കും. പണ്ടൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ആണല്ലോ. ബേബി എനിക്ക് തോന്നുന്നു ഈ ടവർ കൂടെ ഉള്ളപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ബെർലിന്റെ എവിടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ TV ടവറിന്റെ അടുത്ത് വരിക. മേ ബി TV ടവർ എനിക്ക് കുറച്ചും കൂടെ ഓക്കെ. ഒരു ബെർലിനർ പറയുന്നത് അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. എന്തായാലും ഈ സ്പോട്ടിൽ വന്നാൽ നമുക്ക് വേൾഡ് ക്ലോക്കും TV ടവറും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അലക്സാണ്ടർ പ്ലാറ്റ്സ് അല്ലേ. ഇതിന്റെ അടിയിൽ ഒരു വേറെ തന്നെ ലോഗോ ഉണ്ടെന്നാണ് റിച്ചു പറയുന്നത്. അതായത് അലക്സാണ്ടർ പ്ലാറ്റ്സിന്റെ അടിയിലത്തെ ലോഗം കാണാൻ പോവാണേ നമ്മൾ. ഇവിടെ എന്താ ഊബാനാണോ? ട്രെയിൻ സ്റ്റേഷൻ ആണോ? U2, U5, U8. ഇതിന്റെ അടിയിലേക്ക് ഒരു അഗാധ ഗർത്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ലെവലിലായിട്ടാണ് ഊബാൻ വരുന്നത്. നല്ല കളറായിട്ടില്ലേ? അപ്പൊ നമ്മൾ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ തുടങ്ങി, നമ്മൾ എസ്ബാനിൽ വന്നിറങ്ങി അലക്സാണ്ടർ പ്ലാറ്റ്സിലെ TV ടവർ കണ്ട് ഇനി നമ്മൾ നേരെ വാക്കിംഗ് ടൂറിലേക്ക് പോവാണ്. റിച്ചു ആണ് നമ്മുടെ മെയിൻ ഗൈഡ്. ബെർലിൻ എന്ന് പറയുന്നത് ആംസ്റ്റർഡാം പോലെ നല്ല ഭയങ്കര വലുതാണ്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തരാൻ പറ്റില്ല. എനിക്ക് ഒന്നൊരു 4-5 ദിവസമൊക്കെ വേണ്ടി വരും മൊത്തത്തിൽ കണ്ടു തരണമെങ്കിൽ. ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ നടന്ന് കാണാൻ പോവാണ്. ഓക്കെ ബാ ലെറ്റ്സ് ഗോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ ഈസ്റ്റ് ജർമ്മനിയുടെ ഭാഗമായിട്ടുള്ള, അതായത് ഈസ്റ്റ് ബെർലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബെർലിൻ TV ടവറിൻ്റെ മുന്നിലാണ്. നാഷണൽ വൈഡായിട്ട് TV ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണിത്. അപ്പോൾ അന്ന് ഈ USSRന്റെ ഒരു പവറും കൂടെ കാണിക്കേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെർലിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ കിട്ടുമായിരിക്കും അല്ലേ. തിരുവമ്പാടി അച്ഛന് വേണ്ടി എടുത്തൊരു ക്ലിപ്പാണിത്. ഞങ്ങളുടെ ബാക്കിൽ ഇപ്പം നിൽക്കുന്ന 2 പേരെ അറിയാത്തവർ കേരളത്തിൽ ചുരുക്കം പേരായിരിക്കും. ആരതറിയോ? കാൾ മാർക്സും ഏംഗൽസും. കാൾ മാർക്സ് ആണ് ഡാസ് ക്യാപിറ്റൽ എഴുതിയത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എഴുതി. അപ്പം ഇവിടെ ഇവരുടെ ഒരു പ്രതിമയുണ്ട്. ചില ആൾക്കാർക്ക് താല്പര്യമില്ല ഈ പ്രതിമ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ചിലർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കുറേ പ്രതിമകൾ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് റിമൂവ് ചെയ്യപ്പെട്ടു. ഇവർ 2 പേരും ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈസ്റ്റേൺ യൂറോപ്പിന്റെ പാർട്ടിലാണ് ഇത് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്പ് ആയിരുന്നല്ലോ മറ്റേ സോവിയറ്റ് യൂണിയന്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ സ്കൾപ്ചേഴ്സ് ഇവിടെ ഇരിക്കുന്നത്. Say hi to Karl Marx and Engels. ഇതെന്താണെന്നറിയോ? നമ്മുടെ ബുദ്ധന്റെ സ്ഥലമായ സാഞ്ചിയാണ്. അപ്പൊ ആ സാഞ്ചിയിലെ സ്തൂപം, ഇതിന് 4 ഗേറ്റ് ഉണ്ട്. അതിലൊരു ഗേറ്റ് ഇവിടെ ഇങ്ങ് ബെർലിനിലുണ്ട് ഗൈസ്. നോക്കൂ. അപ്പൊ ആ സാഞ്ചിയിലെ സ്തൂപത്തിന്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ ഇത്. സ്തൂപ ഓഫ് സാഞ്ചി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബെർലിനിലെ കത്തീഡ്രൽ കേട്ടോ. പക്ഷെ ഇതല്ല ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വശം. നമ്മൾ അതിൻ്റെ അടിപൊളി ലുക്കുള്ള വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മ്യൂസിയം ഐലൻഡിന്റെ ഒരു ഭാഗമാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ആൾട്ടസ് മ്യൂസിയം. ആൻഡ് ഇതാണ് ബെർലിൻ കത്തീഡ്രൽ. എന്തൊരു ഗ്രാൻഡാ നോക്കല്ലേ. ഓ, ആൻഡ് ഇതിന്റെ സ്കെയിലാണ് ഭയങ്കര വലുപ്പം. ഇങ്ങനെ ചുറ്റിനും നോക്കി കാണാൻ പറ്റുന്നത്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ മ്യൂസിയംസ് ഉണ്ടല്ലേ. നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ മുന്നിൽ ഈ ആൾട്ടസ് മ്യൂസിയത്തിന്റെ മുന്നിലാണ് ഹങ്കർ ഗെയിംസിന്റെ ഓപ്പണിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി ഭാഗങ്ങൾ ഇതിന്റെ മുകളിൽ VFX ചെയ്താ അല്ലേ. ആൾട്ടസ് മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ജർമ്മനിയുടെ നാഷണൽ ഡിഷ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊതിയാവുന്നു എനിക്ക് കഴിക്കാൻ. ഏതാ കൂടുതലുള്ള അവരോട് വന്നിട്ട് കഴിക്കണം. എങ്ങനെയുണ്ടെന്ന് നീ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് ഗൈസ്? അയ്യോ, കൊതി. വെജിറ്റബിൾസ് പൊരിച്ചിട്ടുണ്ട്. ഇത് ഞാനെങ്ങനെ കഴിക്കും? എൻ്റെ വായിലൊന്നും കയറില്ല. എനിക്ക് കൊതിയായി. ഇതിന് വായിൽ വെള്ളം വരില്ല. നമുക്ക് ബിരിയാണി കാണുമ്പോൾ അതുപോലെ വന്നു. സൂപ്പർ. ഇവിടെ വന്നാൽ എല്ലാവരും കഴിക്കേണ്ട സാധനമാണെന്നും എല്ലാവരും കഴിക്കായിരിക്കും അല്ലേ. നെതർലാൻഡ്സിൽ ഇത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. നമ്മളിനി ഹങ്കർ ഗെയിംസ് ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. വാ, ഈ വാക്ക് വേയിലൊക്കെയാണ് കേട്ടോ ഹങ്കർ ഗെയിംസ് ഷൂട്ട് ചെയ്തത്. അല്ലേ, നടന്നാലോ? നാഷണൽ ഗാലറി. ഇതാ നാഷണൽ ഗാലറി. നോക്ക്. ഇവിടുന്ന് നോക്കിയാലും നമുക്ക് TV ടവർ കാണാമേ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബെർലിൻ്റെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ TV ടവറിൻ്റെ അവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും വർക്കാവും. ഏകദേശം എല്ലായിടത്തും നോക്കിയാലും കാണും. പിക്കപ്പൂ. ഈ വശത്തൊക്കെ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുക. ജനറലി ഇവിടെ ഫുൾ ടൈം പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും യൂറോപ്പ് മൊത്തത്തിൽ. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അല്ലേ. ഏത് കാലം ഉണ്ടാക്കിയതായിരിക്കും. 2 S-ബാൻ പോകുന്നു. അവിടെ അടച്ചു. നമുക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ല. നമ്മൾ തിരിച്ച് നടന്ന് നമുക്ക് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ അതിലേക്ക് പോകാം. ഇനി ഏതാനും കുറച്ച് നിമിഷങ്ങൾ കൂടെ നമുക്കിവിടെ ബെർലിനിലുള്ളൂ. ഇനി നമുക്കിവിടെ 1 മണിക്കൂറോടെ ഉള്ളൂ. എയർപോർട്ട് 1 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നോക്കുകയാണേ. അങ്ങനെ ഒരു ബെർലിൻ ട്രിപ്പ് ഇവിടെ ഏകദേശം പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ബെർലിൻ ഒരു 3 ദിവസം കൊണ്ടൊക്കെ കാണാമെന്ന് വിചാരിച്ചോ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. അത്രയൊക്കെ ഉണ്ട്. ആംസ്റ്റർഡാം പോലൊന്നും അല്ല, ഭയങ്കര വലുതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ബെർലിൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അന്യ റിച്ച് കൂടെ ഉള്ളതായിരുന്നു. അവർ ഭയങ്കര അടിപൊളി ഹോസ്റ്റ് ആയിരുന്നു.
സൂപ്പറായി, നമ്മളെല്ലാം കൊണ്ട് കാണിച്ചു. അതിൽ പഠിച്ചതും അതിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഏറെക്കുറെ എല്ലാം നമ്മൾ ഈ വ്ളോഗിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ അടിപൊളി വ്ളോഗുകളുമായി അല്ലെ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമെന്നും ആ വ്ളോഗുകൾ നിങ്ങളുടെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബെർലിനിൽ നിന്ന് ടാറ്റാ. അച്ചു അനതുൽ ഫ്രം ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ നാട്ടിൽ നിന്ന്. ബൈ.